guys, welcome back to my channel. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ബാർ സലോണിലാണ് ആൻഡ് ടുഡേ ഐ എം ഡൂയിങ് എ സോഫ്റ്റ് ക്ലാസി ഹെയർ കളർ ട്രാൻസ്ഫോർമേഷൻ. ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, കാരണം ഒരു 2 year ആയി എൻ്റെ ഹെയർ ഒക്കെ കളർ ചെയ്തിട്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ കളർ ചെയ്യണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് ഇതുവരെ ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് അതിനൊരു ടൈം കിട്ടിയത്. സോ ഞാനിന്ന് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഹെയറൊക്കെ നല്ലോണം ഒരു വാഷൊക്കെ ചെയ്ത് ഇനി ഡ്രൈ ചെയ്തുകൊണ്ട് വെക്കുവാന്ന്. കാരണം നല്ലോണം ഡ്രൈ ആയാൽ മാത്രമേ അവർക്ക് കളറ് ഈവണായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഹെയറൊക്കെ നല്ലോണം ഡ്രൈ ചെയ്തു. അങ്ങനെ ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്, കാരണം എനിക്ക് എപ്പോഴും ഒരു നാച്ചുറൽ ലുക്കാണ് എനിക്കിഷ്ടം. പിന്നെ ഹെയർ കളറിങ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഹെയറിൻ്റെ തിക്നെസ്സും ലെങ്ത്തും അനുസരിച്ചിട്ടായിരിക്കും ഇവർ ചെയ്ത് കഴിയുന്ന ഒരു ടൈം പീരീഡ് നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ എൻ്റെ ഹെയർ ഇപ്പോൾ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം സമയം എടുക്കുമെന്ന് ഇവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 45 minutes അങ്ങനെ എടുക്കും ഡ്രൈ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പണിയിട്ട. അപ്പോൾ എങ്ങനെയൊക്കെയോ ഒതുക്കിയാണ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നു. കുറച്ച് വിശ്വാസം തോന്നി. അങ്ങനെ കുറച്ച് പ്രഹസനമൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് അടുത്ത് ഡ്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇതാ നല്ലോണം ഡ്രൈ ചെയ്തു. ഇനിയിപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെർമനൻ്റ് ആയിട്ടൊന്ന് ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവർ എനിക്ക് ഒരിക്കലും അതെനിക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നില്ല. ബ്ലോ ഡ്രൈ ഡാമേജ് ആണെന്ന് തന്നെയാണ് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലും ബെറ്റർ ബോട്ടോക്സോ കെരാറ്റിനോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നാണ് ഇവർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹെയർ സ്റ്റൈലിങ്. അപ്പോൾ എൻ്റെ എൻഡ് പോർഷൻ മാത്രം വേവി ആക്കി തന്നിട്ടുണ്ട്. ആൻഡ് ഹോണസ്റ്റ്ലി ഇറ്റ്സ് ലുക്സ് സോ സോഫ്റ്റ് ആൻഡ് ക്ലാസി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ലുക്ക്. സംടൈംസ് എ സ്മോൾ ചേഞ്ച് ക്യാൻ ബ്രിങ് എ ബിഗ് കോൺഫിഡൻസ് എന്ന് പറയുന്ന കേട്ടില്ലേ, അതേപോലെ തന്നെ ഐ എം ഫീലിംഗ് സോ എക്സൈറ്റഡ്. ഇനി ഇതിപ്പോൾ 4 ആളെ കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു ദീപേട്ടനാണ് ഇന്ന് എൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഞാൻ ഫോണിൽ എടുത്ത ക്ലിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ചെയ്തു തന്നത് ബാർ സലോൺ കണ്ണൂരാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്തത് ദീപു നെടുവാളൂരാണ്. സോ ബിഗ് താങ്ക്സ് ടു ഹിം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ഗായ്സ്.